പാലാ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെ CPM-ൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനാണ് നടപടിയെന്ന് CPM അറിയിക്കുന്നു. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ ബിനു വിമർശനം ഉന്നയിച്ചിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബിനുവിനെതിരെ എടുക്കുന്ന നടപടി എങ്ങനെ കാണണം? സൈഫുദ്ദീൻ കാലങ്ങളായി CPM കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടവും കേരള കോൺഗ്രസും തമ്മിലുള്ള പോര് തുടരുകയാണ്. നേരത്തെ ബിനു പുളിക്കക്കണ്ടത്തിന് നഗരസഭാ അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും എതിർപ്പിനെ തുടർന്ന് CPM അത് നിരാകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയുള്ള CPM-ന്റെ സമീപനം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ബിനു പുളിക്കക്കണ്ടം ഇന്ന് രാവിലെ പ്രതികരിച്ചത്. നേരത്തെ അധ്യക്ഷ സ്ഥാനം നഷ്ടമായ സാഹചര്യത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു ബിനു പുളിക്കക്കണ്ടം പൊതുയോഗങ്ങളിലും പാർട്ടി യോഗങ്ങളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ജോസ് കെ മാണി നേരിട്ട് യുദ്ധത്തിന് നിൽക്കാത്ത ഒളിച്ചോടുന്ന സാഹചര്യത്തിൽ താൻ ഈ കറുപ്പ് വസ്ത്രം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇന്ന് രാവിലെ ബിനു പുളിക്കക്കണ്ടം വിവിധ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ബിനുവിനെതിരെ CPM ജില്ലാ നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത്. പാലാ ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ബിനു കാലങ്ങളായി പാർട്ടി നടപടികൾക്കും അച്ചടക്ക സംവിധാനങ്ങൾക്കും പുറത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിയുടെ നിരന്തരമായ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബിനുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബിനുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ സമ്മർദ്ദമല്ല, നേരെ മറിച്ച് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ബിനുവിൻ്റെ പ്രതികരണങ്ങൾക്കും ബിനുവിൻ്റെ തുടർ നടപടികൾക്കും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകും. കേരള കോൺഗ്രസിനെ എങ്ങനെയായിരിക്കും ബിനുവിനെ നേരിടുക, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ തുടർ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കും, കോട്ടയത്തെ ഇടത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സൈഫുദ്ദീൻ.